ഇൻകം ടാക്സ് റെയ്ഡിന് ശേഷം ഇലക്ട്രൽ ബോണ്ടിൽ 5 കോടി കോൺഗ്രസിനും 30 കോടി ബി.ജെ.പിക്കും നൽകിയ കമ്പനിയിൽ രാഹുൽ ഗാന്ധിക്കും നിക്ഷേപം. 25 സ്വകാര്യ കമ്പനികളിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒഴിവാക്കി രാഹുലിന്റെ നിക്ഷേപം. വിവരങ്ങളുമായും അനൂപ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനൂപ്, രാഹുൽ ഗാന്ധിക്ക് നിക്ഷേപമുള്ള ഡിവിസ് ലാബ് എന്ന് പറയുന്ന കമ്പനി 30 കോടി രൂപയാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന് ശേഷം നൽകിയത്. നേരത്തെ തന്നെ റോബർട്ട് വദ്ര ഇതുമായി ബന്ധപ്പെട്ട് DLF വഴി ഇലക്ട്രൽ ബോണ്ട് വഴി ബി.ജെ.പിക്ക് പണം നൽകിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നിക്ഷേപമുള്ള കമ്പനിയും ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ബി.ജെ.പിക്ക് പണം നൽകിയിരിക്കുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? 2019 ദിവിസ് ലാബോറട്ടറീസിൻ്റെ അതിൽ IT ഇൻകം ടാക്സ് വിഭാഗം കേന്ദ്ര ഏജൻസി IT ഇത്തരത്തിലുള്ളൊരു റെയ്ഡ് നടത്തിയത് 2019. അതിനുശേഷം 2023 ഈ സംഭവങ്ങൾ നടക്കുന്നത്. 2023 അവർ ഏതാണ്ട് 30 കോടി രൂപ 55 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുകയും അതിൽ 30 കോടി രൂപ ബി.ജെ.പിക്കും BRSന് 20 കോടിയും കോൺഗ്രസിന് 5 കോടി രൂപയും നൽകുന്നു. ഈ കമ്പനിയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഈ വിധത്തിൽ നിക്ഷേപമുള്ളത്. ഏതാണ്ട് 19,76,222 ലക്ഷം രൂപ മൂല്യമുള്ള 567 യൂണിറ്റുകൾ രാഹുൽ ഗാന്ധിക്ക് നിക്ഷേപമുണ്ട്. ഈ വിധത്തിൽ 25 സ്വകാര്യ കമ്പനികളിലാണ് രാഹുൽ ഗാന്ധിക്ക് നിക്ഷേപമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. ഈ IT ഡിപ്പാർട്ട്മെൻറ്റിന് റെയ്ഡിന് ശേഷമാണ് ദിവിസ് ലാബോറട്ടറീസ് ഇത്തരത്തിൽ 2 ട്രാഞ്ചസ് ഇലക്ട്രൽ ബോണ്ട്സ് 55 കോടിയുടെ വാങ്ങുന്നത് 2023. ഇതിൽ 30 ലക്ഷം രൂപ ബി.ജെ.പിക്ക് നൽകി. ഈ കമ്പനിയിലാണ് രാഹുൽ ഗാന്ധിക്ക് നിക്ഷേപമുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിക്ക് ഏതാണ്ട് 20 കോടി രൂപയുടെ സ്വത്ത് സമ്പാദ്യമുള്ളതായാണ് തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി നൽകിയ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം സമർപ്പിച്ച രേഖകളിൽ ഉള്ളത്. അതിൽ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ സമ്പത്തും മറ്റും കാണിച്ചിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള വിവിധ കമ്പനികളിൽ സ്വകാര്യ കമ്പനികളിലുള്ള നിക്ഷേപങ്ങളിലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ദേശീയ തലത്തിൽ തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏറെ സ്വാധീനമുള്ള ഒരു കമ്പനിയാണ് ഇത്തരത്തിലൊരു ക്രമരഹിതമായ ഇത്തരത്തിലുള്ള നടപടികൾക്ക് ശേഷം കേൾക്കാൻ കഴിയുന്നില്ല. അതായത് ഈ ഡിവിസ് ലാബ് എന്ന് പറയുന്ന കമ്പനി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണെന്നാണ് ചോദിച്ചത്. ഒപ്പം തന്നെ ഈ റെയ്ഡിന് ശേഷമാണല്ലോ 30 കോടി രൂപ കൊടുത്തത്. അതിൽ 2 കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ഏതെങ്കിലും തരത്തിലുള്ള അനധികൃതമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ EDയെയും അതോടൊപ്പമുള്ള മറ്റ് അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ഈ പ്രതിപക്ഷ പാർട്ടികൾ, കമ്പനികൾ അവരെയൊക്കെ പേടിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തരത്തിൽ റെയ്ഡുകൾ നടത്തുകയും ചെയ്തിരിക്കാം. ഏതായാലും ഈ റെയ്ഡിന് ശേഷമാണ് 30 കോടി കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ അനധികൃതമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഇവിടെ ഈ പറയുന്ന ഈ ഡിവിസ് ലാബ് എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് നിരവധി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഇത്തരത്തിൽ പണം ഇലക്ട്രൽ ബോണ്ട് വഴി ബി.ജെ.പിക്ക് നൽകുകയും ചെയ്യുന്നു. അതിൽ പെട്ട ഒരു കമ്പനിയാണോ ഈ ഡിവിസ് ലാബ് എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഈ ഡിവിസ് ലാബ് എന്ന് പറയുന്നത് അവർ അവകാശപ്പെടുന്നത് ലോകത്തിലെ ലാർജസ്റ്റ് API മാനുഫാക്ചറിങ് കമ്പനി എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് എല്ലാം അതിനുശേഷം 2023 ഈ ഒരു വിധത്തിലുള്ളൊരു വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ഈ ഒരു സാമ്പത്തിക ഇടപാട് ആ കമ്പനി നടത്തുന്നത്. 2019 ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഒരു കോവിഡിൻ്റെ ഒരു സമയത്തിന് ആ ഒരു ഘട്ടത്തിലാണ് ഈ കേന്ദ്ര ഈ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റെയ്ഡ് കമ്പനിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. തീർച്ചയായും അതൊരു സാമ്പത്തിക ഉദ്ദേശത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപാടുകൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക ഇടപാടാണെന്ന് നമുക്ക് പിന്നീട് നടന്ന സംഭവവികാസങ്ങളെല്ലാം മനസ്സിലാക്കാം. 2023 ഏതായാലും ഇത്തരത്തിൽ 55 കോടി മൂല്യമുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ അവർ വാങ്ങിക്കുകയും 30 കോടി രൂപ ബി.ജെ.പിക്കും BRSന് 50 കോടി രൂപയും 5 കോടി കോൺഗ്രസ് തന്നെ അതിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളതാണ്. ഏതായാലും ആ കമ്പനിയിൽ നിക്ഷേപമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹം നൽകിയ ഇത്തരത്തിലുള്ള രേഖകളിലാണ് തനിക്ക് ഏതൊക്കെ കമ്പനികളിൽ ഈ വിധത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഈ ഡിവൈസ് ലാബോറട്ടറീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഏതായാലും ഇത് ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു കാര്യം. ഏതെങ്കിലും വിധത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി തിരിമറിയോ തട്ടിപ്പോ നടത്തിയ ഒരു ഘട്ടത്തിലാണ് ഈ കമ്പനിക്ക് ഈ വിധത്തിലുള്ള ഒരു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഈ സാമ്പത്തിക ഒരു ഇടപാട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയെന്ന് വ്യക്തം. ഏതായാലും അത്തരത്തിൽ പശ്ചാത്തലമുള്ള ഒരു കമ്പനിക്ക് രാഹുൽ ഗാന്ധിക്ക് നിക്ഷേപം ഉണ്ടാവുന്നത് സംബന്ധിച്ചുള്ളൊരു ധാർമ്മിക പ്രശ്നം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. ഏതായാലും ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം, ഒരു പ്രശ്നമാണ് ഏതായാലും രാഹുൽ ഗാന്ധിക്ക് ഈ വിധത്തിൽ ഇതിൽ ഉൾപ്പെട്ടതിലൂടെ ഏതായാലും നേരിടാൻ പോകുന്നത്. ആ ഒരു പ്രശ്നം ഉയർന്നത് തന്നെ ഇത്തരത്തിൽ അത്ര സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ. ശരി, അനൂപാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇലക്ട്രൽ ബോണ്ട് വഴി ബി.ജെ.പിക്ക് 30 കോടി രൂപ നൽകിയ ഡിവിസ് ലാബ് എന്ന് പറയുന്ന കമ്പനിയിൽ രാഹുൽ ഗാന്ധിക്ക് നിക്ഷേപത്തിന്റെ വിവരങ്ങളാണ് അനൂപ് നൽകിയത്.